നമസ്കാരം. ജാതക കഥകളിലെ 107ാമത്തെ കഥ കരിമുണ്ടൻ്റെ പെണ്ണ്. ഉയരം കുറഞ്ഞ ഒരു കരിമ്പനായിരുന്നു അവൻ. അതുകൊണ്ട് എല്ലാവരും അവനെ കരിമുണ്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. 7 കൊല്ലം ഒരു വീട്ടിൽ വേലയ്ക്ക് നിന്ന് അവൻ കുറച്ച് പണമുണ്ടാക്കി. പിന്നെ കല്യാണം കഴിച്ചു. ഒരു ദിവസം അവർ 2 പേരും കൂടി അവളുടെ വീട്ടിലേക്ക് പോയി. അവളുടെ അച്ഛനമ്മമാർക്ക് കൊടുക്കാനായി കുറേ പലഹാരങ്ങളും കരുതിയിരുന്നു. കുറേ ദൂരം ചെന്നപ്പോൾ വഴിയിലൊരു തോട്. വലിയ ആഴമോ വീതിയോ ഇല്ല. എങ്കിലും ഭാര്യയ്ക്കും ഭർത്താവിനും വെള്ളത്തിലിറങ്ങാൻ പേടി. അവരവിടെ കരയ്ക്ക് നിൽപ്പായി. അപ്പോൾ അതുവഴി ഒരു വൃദ്ധൻ വന്നു. അയാളോട് കരിമുണ്ടൻ ചോദിച്ചു, "ഈ തോടിന് ഒരുപാട് ആഴമുണ്ടോ?" അവർ വെള്ളത്തിലിറങ്ങാൻ പേടിച്ച് നിൽക്കുകയാണെന്ന് വൃദ്ധന് മനസ്സിലായി. എന്നാൽ ഇവരെ ഒന്ന് പറ്റിക്കാമെന്ന് കരുതി അയാൾ പറഞ്ഞു, "അതെ, ഒരുപാട് ആഴമുണ്ട്. മനുഷ്യരെ തിന്നുന്ന മുതലകളുമുണ്ട്." അയാൾ തുടർന്നു, "പക്ഷേ ഞാൻ എല്ലാ ദിവസവും ഇതുവഴിക്കാണ് പോകുന്നത്. മുതലകളുമായി എനിക്ക് നല്ല പരിചയമാണ്. അവരെന്നെ ഉപദ്രവിക്കുകയില്ല." അത് കേട്ട് അവർക്ക് സന്തോഷമായി. കരിമുണ്ടൻ ചോദിച്ചു, "എന്നാൽ ഞങ്ങളെ കൂടി ഒന്ന് അക്കരയ്ക്ക് കൊണ്ടുപോകാമോ?" പിന്നെ അയാളെ പ്രീതിപ്പെടുത്താനായി അവർ പൊതിയഴിച്ച് കുറേ പലഹാരങ്ങൾ എടുത്തു കൊടുത്തു. അതെല്ലാം തിന്നു കഴിഞ്ഞ് അയാൾ ചോദിച്ചു, "നിങ്ങളിൽ ആരെ ഞാൻ ആദ്യം അക്കരയ്ക്ക് കൊണ്ടുപോകണം?" "ആദ്യം ഇവളെ അക്കരയ്ക്ക് കൊണ്ടുപോയാൽ മതി," കരിമുണ്ടൻ പറഞ്ഞു. വൃദ്ധൻ പെണ്ണിനെ തോളിലേറ്റി പലഹാരപ്പൊതിയുമെടുത്ത് തോട്ടിലേക്ക് ഇറങ്ങി. അരയ്ക്ക് താഴെ വെള്ളമേയുള്ളൂ. പക്ഷേ ഇത്തിരി മുന്നോട്ട് ചെന്നപ്പോൾ അയാൾ വെള്ളത്തിൽ ഇരുന്നു കൊണ്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ കഴുത്തോളം വെള്ളമുണ്ടെന്ന് തോന്നിച്ചു. അത് കണ്ട് കരയ്ക്ക് നിന്ന കരിമുണ്ടൻ വിചാരിച്ചു, ഇത്രയും ആഴമുള്ള വെള്ളത്തിൽ ഉയരമില്ലാത്ത ഞാൻ അവളെയും കൊണ്ട് ഇറങ്ങിയാൽ മുങ്ങി മരിച്ചേനെ. എന്തായാലും അയാൾ വന്നത് ഭാഗ്യമായി. അപ്പോഴേക്കും വൃദ്ധൻ പെണ്ണിനെയും കൊണ്ട് തോടിൻ്റെ നടുക്കെത്തി. അയാൾ അവളോട് ചോദിച്ചു, "സുന്ദരി, നീ എന്തിനാ ഈ നീളമില്ലാത്ത കറമ്പൻ്റെ കൂടെ കഴിയുന്നത്? പാടും ദുരിതവുമല്ലേ? എൻ്റെ ഭാര്യയാകാമെങ്കിൽ നിനക്ക് എല്ലാ സൗകര്യവും കിട്ടും. വലിയ വീട്, ധാരാളം വേലക്കാർ, എന്താ പോരുന്നോ?" ഇത് കേട്ട് അവൾ ഇളകിപ്പോയി. അവൾ പറഞ്ഞു, "നിങ്ങളെന്നെ ഉപേക്ഷിക്കില്ലെങ്കിൽ ഞാനും വരാം." ആ നിമിഷം മുതൽ അവൾ വൃദ്ധനോട് ഭർത്താവിനോടെന്ന നിലയിൽ പെരുമാറാൻ തുടങ്ങി. അവർ തോട് കടന്നു അക്കരെ കയറി. 2 പേരും കൂടെ കരക്കിരുന്ന് പൊതിയഴിച്ച് പലഹാരം തിന്നു. പിന്നെ അവരുടെ വഴിക്ക് യാത്രയായി. ഇക്കരെ നിന്ന് ഇത് കണ്ട് കരിമുണ്ടന് സഹിച്ചില്ല. അവൻ ആകെ പരിഭ്രാന്തിയായി. പക്ഷെ തോട്ടിലിറങ്ങാൻ പേടി. മുന്നോട്ടും പിന്നോട്ടും ഓടും, കുറച്ച് വെള്ളത്തിലിറങ്ങും, പിന്നെ പേടിച്ച് കരയ്ക്ക് കയറും. ഒടുവിൽ രണ്ടും നിശ്ചയിച്ച് തോട്ടിലൂടെ കുറേ മുന്നോട്ട് പോയി. അപ്പോഴാണ് അറിയുന്നത് വെള്ളത്തിന് ആഴം ഒട്ടുമില്ല. അവൻ പെട്ടെന്ന് അക്കരെ കയറി പെണ്ണിൻ്റെയും വൃദ്ധൻ്റെയും പുറകെ ഓടിച്ചെന്നു. അവൻ ആ വൃദ്ധനെ പിടിച്ചു നിർത്തി. "നീ എൻ്റെ ഭാര്യയെയും തട്ടിക്കൊണ്ട് എവിടെ പോകുന്നു?" "നിന്റെ ഭാര്യയോ? ഇവൾ എൻ്റെ ഭാര്യയാണ്." അവളും വൃദ്ധനോടൊപ്പം കൂടി. അവർ തമ്മിൽ തർക്കമായി, വഴക്കായി. ആളുകൾ ഓടിക്കൂടി. അവർ കരിമുണ്ടനെയും പെണ്ണിനെയും വൃദ്ധനെയും ബോധിസത്വൻ്റെ അടുത്തെത്തിച്ചു. തൻ്റെ തീരുമാനം അവർക്ക് സമ്മതമാണെന്നറിഞ്ഞപ്പോൾ ബോധിസത്വൻ വിചാരണ തുടങ്ങി. ആദ്യം വൃദ്ധനെ വിളിച്ച് ബോധിസത്വൻ ചോദിച്ചു, "എന്താണിവളുടെ പേര്?" വൃദ്ധനുണ്ടോ അവളുടെ പേരറിയുന്നു? അയാൾ മിണ്ടിയില്ല. ബോധിസത്വൻ വീണ്ടും ചോദിച്ചു, "ഇവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരെന്താണ്?" അതും അയാൾക്കറിഞ്ഞുകൂടാ. പിന്നെ പെണ്ണിനോടായി ചോദ്യം. വൃദ്ധൻ്റെ പേരും വീടും ഗ്രാമവും ഒന്നും അവൾക്കറിഞ്ഞുകൂടാ. അവസാനം ബോധിസത്വൻ കരിമുണ്ടനോട് ചോദിച്ചു. അയാൾ ശരിയായി അവളുടെ പേരും അവളുടെ അച്ഛനമ്മമാരുടെ പേരും എല്ലാം പറഞ്ഞു. അപ്പോൾ ബോധിസത്വൻ ജനക്കൂട്ടത്തോട് ചോദിച്ചു, "ആരാണിവളുടെ ഭർത്താവ്? നിങ്ങൾക്കെന്തു തോന്നുന്നു?" "ഈ കറുത്ത കുള്ളൻ തന്നെയാണ്, സംശയമില്ല," ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു. ബോധിസത്വൻ വൃദ്ധനെ വിളിച്ച് മേലിൽ ഇത്തരം തെറ്റ് ചെയ്യരുതെന്ന് ഉപദേശിച്ച് വിട്ടയച്ചു. നന്ദി.